ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ചുമ്മാ ഒരു ട്രിപ്പ് ഇറങ്ങിയേക്കാണ് ആൻഡ് ആസ് യൂഷ്വൽ ഇത് നമ്മൾ വന്നേക്കുന്നത് ചിമ്മിനി ഡാമിലേക്കാണ്. ഇതൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയും കൂടിയാണ്. സോ ഇവിടുത്തെ വ്യൂ ബ്രെഡ് ടേക്കിംഗ് ആണ്. സോ ദിസ് ഈസ് ദ വ്യൂ. എന്തൊക്കെയില്ലമാണ്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇതൊരു ട്രാവൽ വീഡിയോ ആണ്. ആൻഡ് ട്രാവൽ വീഡിയോയിൽ എൻ്റെ പൊതുവെ ഇട്ട് വരുന്ന വീഡിയോയിൽ നിന്ന് അപേക്ഷിച്ച് ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ബിക്കോസ് ഇതിൽ കൂടുതൽ വോയിസ് ഓവർ ആയിരിക്കും ഉള്ളത്. വീഡിയോ ഉണ്ട് ആസ് വെൽ ആസ് വോയിസ് ഓവറും ഉണ്ടായിരിക്കും. അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ആ സ്ഥലത്തെ പറ്റിയ ഒരു ഐഡിയയോ അല്ലെങ്കിൽ എന്താണ് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നൊക്കെ ഒരു ഐഡിയ കിട്ടി പോകുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടി നല്ലതായിരിക്കും അല്ലേ. സോ അതുകൊണ്ടാണ് ഇങ്ങനൊരു പരീക്ഷണം. സോ മിസ്റ്റേക്സ് ഉണ്ടാവും, ഫസ്റ്റ് ടൈമാണ്. സോ അതൊക്കെ ക്ഷമിച്ച് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ നമ്മളിന്ന് പോകുന്നത് ചിമ്മിനി ഡാമിലേക്കാണ്. ഈ ഡാമിൻ്റെ ആക്ച്വൽ പേര് വരുന്നത് ചിമ്മോണി ഡാം എന്നാണ്. ബട്ട് പറഞ്ഞ് കാലങ്ങൾ കഴിയുന്തോറും ഇത് ചിമ്മിനി ഡാം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഡാമാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഈച്ചിപ്പാറ, ചാലക്കുടിയിൽ ഈച്ചിപ്പാറ എന്ന സ്ഥലത്താണ് ഈ ചിമ്മിനി ഡാം ഉള്ളത്. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് 40 കിലോമീറ്ററാണ് ഇവിടേക്കുള്ളത്. നമുക്ക് ചാലക്കുടിയിൽ നിന്ന് ഇവിടേക്കുള്ള ബസ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ എപ്പോഴും ഇവിടേക്കുള്ള ബസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഇല്ല, 1-2 ബസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഈച്ചിപ്പാറ, അതായത് ഈ ഡാമിലേക്ക് തൊട്ടടുത്തുള്ള സ്റ്റോപ്പിലേക്കൊക്കെ ഒരുപാട് ബസ് ചാലക്കുടിയിൽ നിന്നുണ്ട്. ഈ ചിമ്മിനി ഡാമിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിമ്മിനി ഡാമിൻ്റെ തൊട്ടടുത്ത് തന്നെ ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറിയും കൂടി ഉള്ളതാണ്. കുറുവന്നൂർ റിവറിൻ്റെ ട്രിബ്യൂട്ടറി ആയ കുറുമലി റിവറിലാണ് ഈ ചിമ്മിനി ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് തരം പ്ലാന്റ്സും ആനിമൽസിനെയും ബേർഡ്സിനെയും എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട് ആനിമൽ ക്രോസിംഗ് എന്ന്. അപ്പം സ്ഥിരമായി ഇവിടെ ആനകൾ പാസ് ചെയ്യുന്നുണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത്. കാടിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കാട്ടിൽ ഇങ്ങനൊരു യാത്ര പോകാൻ ഇഷ്ടമുള്ളവർ, അതും ഒരു ഇത്രയും കാടിനുള്ളിൽ കൂടെ പോയിട്ട് ഒരു അടിപൊളി വ്യൂ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലനാണ്. സോ ഈ ഡാമിലേക്ക് പോകുന്നത് ഒരു പ്രത്യേക ഫീലും, അതും പ്രത്യേകിച്ച് ഈ മൺസൂൺ ടൈം, അതായത് ഈ മഴക്കാലത്ത് നല്ല കോടയൊക്കെ പിടിച്ചിട്ട് നല്ല തണുപ്പൊക്കെ ആയിട്ട് നല്ല കാറ്റുമൊക്കെ ആയിട്ട് ഈ ഒരു സ്ഥലം എന്തായാലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണ്. ഈ ഡാമിലേക്കുള്ള പ്രവേശന സമയം എന്ന് പറയുമ്പോൾ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. ഇവിടെ നമുക്ക് 20 രൂപ പാസ് കൊടുത്തിട്ടാണ് നമ്മൾ കയറുന്നത്. അത് 20 രൂപ പാസ് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ ഫോറസ്റ്റ് വരെ നമ്മളെ കയറ്റി വിടുന്നതായിരിക്കും. കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു പിക്നിക് വൈബിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്ഥലമാണ്. കാരണം നമുക്ക് ഈ ഡാമിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടും ഒരുപാട് സ്പേസ് ഉണ്ട്. അവിടെ ചെറിയൊരു കഫറ്റീരിയ പോലെ ഉണ്ട്. അത് കൂടാതെ ഒരുപാട് സ്പേസ് നമുക്കുണ്ട്. അപ്പോൾ ഒരു പിക്നിക് വൈബ് സെറ്റപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കിടിലനാണ്. ഈ ഡാമിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാമിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു വാട്ടർഫോൾസ് ഉണ്ട്. ഇപ്പം മഴ ആയതുകൊണ്ട് പക്ഷെ നമ്മളവിടെ അങ്ങനെ കയറ്റി വിട്ടില്ല. നമ്മൾ ഓൾറെഡി വൈറ്റ് ആയപ്പോഴാണ് വന്നത്. സോ ആ വൈറ്റ് ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ അനുവദിച്ചിട്ടില്ല. പക്ഷെ അല്ലാത്തപ്പം നമ്മൾ അങ്ങോട്ട് രാവിലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ആയതുകൊണ്ട് വെള്ളം കൂടുതലില്ലാത്ത സമയത്ത് നമ്മൾ ആ വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് ഈ ഫോറസ്റ്റുകാർ നമ്മൾ കൊണ്ടുവന്നതായിരിക്കും. നമുക്കൊരു പ്രത്യേകം ഗൈഡും ഒക്കെ ഉണ്ട്. നമുക്കവിടെ സൈക്കിൾ ഫെസിലിറ്റീസ് ഉണ്ട്. അവിടെ സൈക്കിൾ എടുത്ത് നമുക്ക് ചവിട്ടി ഉള്ളിലേക്ക്, കാടിൻ്റെ ഉള്ളിലേക്ക്, ഈ വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് ഒക്കെ പോയി കാണാൻ വേണ്ടിയിട്ടുള്ള അവസരമുണ്ട്. ഈ സൈക്കിളിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരാൾക്ക് ട്രെക്ക് ചെയ്ത് നടന്നൊക്കെ പോകാൻ ആഗ്രഹമുണ്ട്. ഈ കാട്ടിൽ ഉള്ളിൽ കൂടി ഈ കിളികളുടെയും പക്ഷികളുടെയും ജീവികളുടെയൊക്കെ സൗണ്ട് കേട്ട് നടന്നു പോകാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയും ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ സൈക്കിളാകുമ്പോഴത്തേക്ക് കുറച്ച് പെട്ടെന്ന് നമ്മൾ എത്തും. പക്ഷെ നടന്നെത്തുമ്പോൾ അതിൻ്റെ സമയം എടുക്കുന്നതായിരിക്കും. പിന്നെ ഈ ഡാമിൻ്റെ വേറെ കുറച്ച് പ്രത്യേകത അല്ലെ വേറെ കുറച്ച് കാര്യങ്ങളെന്ന് പറയുമ്പം ഈ ഡാം നിർമ്മിച്ചത് 1975-ലാണ്. അത് പൂർത്തിയായത് 1996-ലാണ്. പിന്നെ ഈ ഡാമിലെ വേറൊരു യുണീക്ക് ഫീച്ചർ എന്ന് പറയുമ്പം ഇതിനകത്ത് കനാൽ സിസ്റ്റം ഇല്ല. കനാൽ സിസ്റ്റം ഇല്ലാതാണ് ഈ ഒരു ഡാം നിൽക്കുന്നത്. ഒരു തരത്തിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ കനാൽ സിസ്റ്റം ഇല്ലാത്തൊരു ഡാമാണ് ചിമ്മിനി ഡാം. ചിമ്മിനി ഡാമും അതിൻ്റെ അടുത്തുള്ള റിസർവോയ്സും എല്ലാം ഷെയർ ചെയ്യുന്ന ബോർഡേഴ്സ് എന്ന് പറയുമ്പം മംഗലം ഡാമിൻ്റെയും പറമ്പിക്കുളം വൈൽഡ് ലൈഫ് റിസർവിൻ്റെയാണ്.
ഇവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്റ്റിംഗ് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാംബൂ റാഫ്റ്റിംഗ് ഉണ്ട്, ബേർഡ് ട്രെയിലിംഗ് ഉണ്ട്, ബേർഡ് വാച്ചിങ് ഉണ്ട്, പിന്നെ ബട്ടർഫ്ലൈസ്, ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബട്ടർഫ്ലൈസ് ഇവിടെ കാണാൻ പറ്റും. അത് കണക്ക് തന്നെ ജംഗിൾ സഫാരി, ജംഗിൾ ക്രാഫ്റ്റിംഗ്, പിന്നെ അങ്ങനെ ആനിമൽ ട്രാക്കിംഗ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മുടെ ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് ഇവിടെ ഉള്ളത്. നമ്മൾ പാസ് എടുത്തതിന് ശേഷം ഒരു 2 കിലോമീറ്റർ ഇല്ല, 1 കിലോമീറ്ററോളം വീണ്ടും നമുക്ക് കാട്ടിലൂടെ തന്നെ അകത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾ ചിമ്മിനി ഡാമിലേക്ക് എത്തുന്നത്. ഈ ഒരു യാത്ര, അതായത് ഈ മരങ്ങൾക്കിടയിൽ ഒരു തണുത്ത കാറ്റും, നമുക്ക് പ്രത്യേകിച്ച് മഴക്കാലം ആയതുകൊണ്ട് നല്ല തണുത്ത കാറ്റും കോടയും കിളികളുടെ ചെറിയ ഒച്ചയും വണ്ടികളുടെ ഒച്ചയും ഇൻസെക്ട്സിൻ്റെ ഒക്കെ ശബ്ദമൊക്കെ ആയിട്ട് ഒരു വേറെ ഫീൽ തന്നെ, ഒരു പ്രത്യേക വൈബാണ്. പ്രത്യേകിച്ച് രാവിലേക്ക് ഈ വഴി പോകുമ്പം നല്ല കോടയും മഞ്ഞും ഒക്കെ ആയിട്ട് നല്ല തണുത്ത കാറ്റും ഒക്കെ ഫീൽ ചെയ്ത്, ഇപ്പോഴും നല്ല തണുപ്പാണ്, മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരു വേറെ ഫീലാണ്. പ്രത്യേകിച്ച് ഈ മരത്തിൻ്റെ ഇടയിലൂടെ നമുക്ക് കുറച്ച് ചാറ്റൽ മഴയൊക്കെ കൊണ്ട് ഒരു പ്രത്യേകം നല്ലൊരു കുളിർമയേകുന്നൊരു യാത്രയായിരിക്കും ഇത്. ഈ വഴിയിലൂടെ സ്ഥിരമായിട്ട് ആനകൾ പാസ് ചെയ്യുന്നുണ്ട്. അതായത് അവർ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നൊരു സ്ഥിരം പാസേജായിട്ടാണ് ആൾക്കാർ പറഞ്ഞത്. നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഫ്രഷ് ആയിട്ട് ഉള്ള ആനപ്പിണ്ടം വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ നമ്മൾ മിസ്സായിട്ടുണ്ട്. തൊട്ട് മുന്നേ ഏതോ ആനകളും ഇതുവഴി പോയിട്ടുള്ളതായിട്ട് നമുക്ക് ഈ ആനപ്പിണ്ടം കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ചൂട് കാലത്ത് ഈ കാട്ടിക്കൂടെ യാത്ര ചെയ്യുന്നതിനെ അപേക്ഷിച്ച് ഈ തണുത്ത കാലത്ത്, അതായത് മഴ സമയത്തൊക്കെ പോകുന്നത്, അത് ശരിക്കും നമുക്കത് ഭയങ്കര ഒരു ഡിഫറൻസ് പോലെ മനസ്സിലാവുന്ന കാര്യമാണ്. കാര്യം ചൂട് സമയമാകുമ്പം അത്യാവശ്യം ചെടികളൊക്കെ ഉണങ്ങി കരിഞ്ഞൊക്കെ ഇരിക്കും. പക്ഷേ ഈ മഴ സമയത്ത് പോകുമ്പം അതെല്ലാം നല്ല ബ്രൈറ്റ് ഗ്രീൻ കളറായിട്ട് ഭയങ്കര ഒരു ഗ്രീൻ എഫക്റ്റ് ആയിരിക്കും. അത് കാണാൻ ഒരു പ്രത്യേക വൈബാണ്. നമുക്ക് ഒത്തിരിയും ചൂട്, നമ്മളിപ്പം നാട്ടിൽ ഉള്ളവർ എന്ന് പറയുമ്പം ഈ കാട്ടിൽ താമസിക്കുമ്പം പുറത്തപേക്ഷിച്ച് ഭയങ്കര പൊല്യൂഷനാണ്. സോ ഇതുവഴിയൊക്കെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രഷ് എയർ ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നൊരവസരമാണ്. നമ്മൾ ഈ ഡാം എത്തുന്നതിന് മുന്നേ, അതായത് ഫോറസ്റ്റ് ആൻഡ് റെസ്റ്റ് ഹൗസിൻ്റെ അടുത്ത് ഇങ്ങനെ ചെറിയൊരു ഗേറ്റും ഒരു ചെറിയൊരു പാസേജ് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മളതിൻ്റെ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് നമ്മൾ അതുവഴിയാണ് പോയത്. സോ ഇവിടെ നമ്മൾ ഇതുവഴി പോയപ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ സാധിച്ചതെന്ന് വെച്ചാൽ ഈ ഏരിയ മൊത്തം നമുക്ക് മെഡിസിനൽ പ്ലാന്റ്സും ഈ ട്രീസും ഒക്കെയാണ്. നമ്മൾ എല്ലാ ആയുർവേദ മെഡിസിൻസും ഉപയോഗിക്കുന്ന എല്ലാ പ്ലാന്റ്സും, അത്യാവശ്യം എല്ലാ പ്ലാന്റ്സും ഇവിടെ ഉണ്ട്. അതായത് അത്യാവശ്യം എല്ലാ പ്ലാന്റ്സും കീപ്പ് ചെയ്യുന്നൊരു ഏരിയ ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ഒരു പാസേജ് ആയാലും നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡാമിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ എത്താൻ സാധിക്കുന്നതാണ്. മറ്റു വഴി ഡയറക്റ്റ് റോഡ് വഴിയായിരിക്കും. ഈ വഴി എന്ന് പറയുമ്പം ഈ ഒരു മെഡിസിനൽ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഒരു നഴ്സറി സെറ്റപ്പ്, നഴ്സറി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ആ ഒരു മെഡിസിനൽ പ്ലാന്റ്സൊക്കെ ഇങ്ങനെ കീപ്പ് ചെയ്ത് അതിനെ സംരക്ഷിച്ച് വെച്ചേക്കുന്നൊരു ഏരിയ. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല ക്ലീൻ വാഷ്റൂം ഫെസിലിറ്റീസ് ഉണ്ട്. സോ അത് ഈ ഒരു നേഴ്സറി എന്ന് പറഞ്ഞ സെറ്റപ്പിൽ, അതായത് മെഡിസിനൽ പ്ലാന്റ്സ് കീപ്പ് ചെയ്യുന്ന അടുത്താണ് ഉള്ളത്. സോ ഇതാണ് നമ്മുടെ ഡാമിൻ്റെ മെയിൻ എൻട്രൻസ്. നമ്മൾ ഇതുവഴി വന്നതുകൊണ്ട് ഇങ്ങനെ എൻ്റർ ചെയ്യാം, അല്ലാത്തവർക്ക് ഡയറക്റ്റ് റോഡ് വഴി ഇതിലേക്ക് എൻ്റർ ചെയ്യാം. സോ ഇങ്ങനൊരു കുഞ്ഞ് ഗേറ്റ് വഴി, നമ്മുടെ വണ്ടിയൊന്നും അകത്തേക്ക് ഗേറ്റ് വിടത്തില്ല. ഇങ്ങനൊരു ചെറിയ ഡോറ്, ഗേറ്റിൻ്റെ ഒരു ഡോറ് വഴി നമ്മൾ അകത്തേക്ക് കയറി കഴിയുമ്പം ഈ ഒരു സെറ്റപ്പാണ് നമ്മൾ ഫസ്റ്റ് എൻ്റർ ചെയ്യുമ്പം. നമുക്ക് ഈ ഒരു ഗ്രീനറിയിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് അതായത് അകത്തേക്ക് നടന്നുള്ളിലേക്ക് പോകുമ്പം ഒരു ഫീൽ വേറെ തന്നെ. നമുക്ക് ഒരു മഴ സമയമായിട്ട് ഫുൾ കോടയും നല്ല വെയിലൊന്നും ഇല്ലാതെ നമ്മൾ അത്യാവശ്യം പോയതെന്ന് വെച്ചാൽ 2 മണി ആ ഒരു ടൈമിലാണ്. പക്ഷേ ഈ ഒരു മഴ സെറ്റപ്പ് ആയതുകൊണ്ട് അത് വേറെ ഫീലായിരുന്നു. 2 മണിയാണെങ്കിലും ഒട്ടും ചൂടില്ല, നല്ല തണുത്ത കാറ്റാണ് ഇവിടെ മൊത്തവും. അതുമാത്രമല്ല നല്ല കോടയായിട്ട് ഒരു പ്രത്യേക വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിനെയും അല്ലെങ്കിൽ നമ്മുടെ ഫുൾ ബോഡീനെ ഒരു പീസ്ഫുൾ ആക്കുന്ന ഒരു റിഫ്രഷിങ് ആയിട്ടുള്ളൊരു ഒരു സ്പേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് കുറച്ചിങ്ങനെ ആലോചിച്ചിരിക്കാനോ അല്ലെങ്കിൽ വന്ന് നല്ല ഫ്രണ്ട്സുമായിട്ട് ചില്ല് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫാമിലിയായിട്ട് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്പേസ് എന്ന് പറയുമ്പോൾ, ഈ ഒരു ഡാമിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറയുമ്പം അത്ര മനോഹരമാണ്. അത്യാവശ്യം കുറച്ച് മഴയൊക്കെ കൊണ്ടാണ് നമ്മൾ പോയത്. അതിന് തൊട്ട് ബാക്കിൽ കുറേ മലയിൽ നല്ല കോടയൊക്കെ ഇങ്ങനെ വന്ന് അത് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. ഇങ്ങോട്ടേക്ക് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഒരു കോടയും മഞ്ഞും മലയും എല്ലാം കാണുമ്പം അത് വേറൊരു രസം തരാം. നിങ്ങളെല്ലാവരും ഡെഫിനറ്റായിട്ട് പോയി വിസിറ്റ് ചെയ്യേണ്ട ഒരു ഡാമാണെന്ന് വേണേൽ ഞാൻ പറയാം.
അത് ഡെഫിനറ്റ്ലി അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യമുണ്ട്. കാര്യം അത്ര അടിപൊളിയാണ്. നമ്മൾ വന്നപ്പം അധികം ക്രൗഡൊന്നും ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുകയായിരിക്കും. പക്ഷേ ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ നമ്മൾ മഴ സമയത്താണ് ഇങ്ങനെയുള്ള സ്ഥലം പോയി കൂടുതൽ വിസിറ്റ് ചെയ്യേണ്ടത്. ബിക്കോസ് നമുക്ക് അതിൽ നല്ല വെള്ളവും, ഇപ്പം നമ്മൾ ഒരു സമ്മർ ടൈം പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ വരണ്ട് ഉണങ്ങിയായിരിക്കും ഡാം എല്ലാം പൊതുവേ കാണുന്നത്. സോ ഈ ഒരു ടൈം, അതായത് മഴക്കാലത്ത് പോയി കഴിയുമ്പം ഒത്തിരിയും മഴ കൂടിയിരിക്കുന്ന സമയത്ത് പോരുത്, അല്ലാതെ ഇങ്ങനെ മഴ തുടങ്ങുന്ന സമയത്തൊക്കെ പോയി കഴിയുമ്പം നമുക്ക് വെയിലും ഇല്ല, ആ ഒരു ക്ലിയർ ആയിട്ട് നമുക്ക് ആ ഒരു സ്പേസ് ആ ഒരു പൂർണ്ണതയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ് ഈ മഴക്കാലത്ത്. അതുപോലെ തന്നെ ഈ നമ്മളിപ്പം നിൽക്കുന്ന അടുത്തുനിന്ന് ഓപ്പോസിറ്റ് സൈഡ്, അതായത് ഈ മരത്തിൻ്റെ ഇടയിൽ, ആ കാടിൻ്റെ ഇടയിലാണ് ഒരുപാട് ആനിമൽസ് കൂടുതലായിട്ട് വെള്ളം കുടിക്കാൻ വരുന്നത്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് പ്രത്യേകിച്ച് രാവിലെയും വൈകിട്ടും ഒക്കെ നമുക്ക് സ്ഥിരമായിട്ട് മാനും ആനയും എല്ലാം വന്ന് വെള്ളം കുടിക്കുന്നത് കാണാൻ പറ്റുന്നതാണ്. ഒരു ഫുൾ വ്യൂ എന്ന് പറയുന്നത് കിടിലനാണ്. നമുക്ക് അത്യാവശ്യം ആനകളുടെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. എവിടെയൊക്കെയോ ഉണ്ട്, ബട്ട് നമ്മുടെ കണ്ണിൽ പെട്ടിട്ടില്ല. കുട്ടികളെ കൊണ്ടുവന്ന് സ്കൂളിൽ നിന്നാലും ടൂറോ പിക്നിക്കോ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റിയ സ്ഥലമൊക്കെയാണിത്. എന്നാലും അത്ര സേഫാണ്. അത്യാവശ്യം നമ്മൾ അങ്ങോട്ട് വെള്ളത്തിൻ്റെ അവിടേക്ക് ഇറങ്ങേണ്ടവർക്ക് മാത്രം ഇറങ്ങിയാൽ മതി. അല്ല, ഈ ഡാം മൊത്തത്തിൽ തന്നെ കാണാൻ കിടിലനാണ്. കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഇവിടെ തന്നെ നിൽക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല സേഫ് ഏരിയ ആണ്. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടവഞ്ചിയാണ്. സോ നമുക്കിവിടെ നിന്ന് കൊട്ടവഞ്ചിക്കുള്ള ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 400 രൂപയാണ് കൊട്ടവഞ്ചി ടിക്കറ്റ് ഉള്ളത്. സോ അതിപ്പോൾ 4 പേരാണെങ്കിലും 2 പേരാണെങ്കിലും ഒരാളാണെങ്കിലും 400 രൂപ ആയിരിക്കും. പിന്നെ കുട്ടികളുണ്ടെങ്കിൽ അതിന് അത്ര ചാർജസ് ആവത്തില്ല. 400 രൂപ കൂടുതലില്ല. പക്ഷെ 4 പേര് ആണ് മാക്സിമം ആ ഒരു കൊട്ടവഞ്ചി കയറ്റുന്നത്. സോ ഈ കൊട്ടവഞ്ചിയിലൂടെയുള്ള ഈ ഒരു ഡാമിലൂടെയുള്ള യാത്ര അതും നല്ല കിടലാണ്. ആ കൊട്ടവഞ്ചിയിലൂടെ പോയി നടുക്കെത്തിക്കഴിയുമ്പം ഒരു ചുറ്റലുണ്ടല്ലോ, സോ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ ഡാമിൻ്റെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ് വരെ എത്തിയിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ നിന്നുള്ള ഇപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് കൂടുന്തോറും, അതായത് ഡാമിൻ്റെ ഓരോ അറ്റത്തേക്ക് അല്ലെങ്കിൽ ഉള്ളിലേക്ക് പോകുമ്പം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ അത് വേറെ അടിപൊളിയായിട്ടുള്ള മനോഹരമായിട്ടുള്ള, എനിക്ക് എന്തൊക്കെ പറയണമെന്നറിയില്ല, അത്രയ്ക്ക് കിടിലനാണ്. പിന്നെ നമുക്ക് ഈ ഒരു വ്യൂ, അതായത് ഇതൊരു നമുക്ക് മനസ്സിനെ മൊത്തത്തിലായിട്ട് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു വ്യൂ ആണ്. ഈ ഒരു കോടയും മഞ്ഞും, ഞാൻ ഓൾറെഡി പറഞ്ഞു ആ മലയുടെ അവിടെ കോടയുണ്ടെന്ന്. ആ കോടയൊക്കെ ഇങ്ങോട്ടേക്ക് കാറ്റടിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് അതെന്തായാലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ശരിക്കും ഞാൻ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര സന്തോഷത്തിലാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ തന്നെ എന്നെ തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ എന്തുമാത്രം ഹാപ്പി ആയിട്ടാണ്. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും പ്രശ്നമോ വിഷമമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനൊരു ആംബിയൻസ് കണ്ട് നമ്മളിങ്ങനെ അങ്ങ് ഇരുന്ന് പോവും. ഡെഫിനറ്റ്ലി നമുക്കിപ്പം രാവിലെ വന്നാൽ പോലും ഈ ഒരു ക്ലൈമറ്റോ ഈ ഒരു കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് വേണമെങ്കിൽ വൈകിട്ട് വരെ അവിടെ ഇരിക്കാൻ സാധിക്കുന്നതാണ്. സോ അത്രയ്ക്ക് അടിപൊളിയാണ്. സോ ഇതോടുകൂടി എൻ്റെ വീഡിയോ എൻഡ് ചെയ്യാണ്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഡെഫിനറ്റായിട്ടും ചിമ്മിനി ഡാം അത് മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ്, ഒരു പോകേണ്ട സ്ഥലവുമാണ്. സോ ഈ കോടയും ഈ ഒരു മഞ്ഞും ഈ ഒരു ടൈം നമുക്ക് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ മനസ്സിന് തന്നെ ഞാൻ ഒരുപാട് എനിക്ക് എങ്ങനെയൊക്കെ പറഞ്ഞു തരണമെന്നറിയില്ല, അത്രയ്ക്ക് കിഡിലിനാണ് വേണമെങ്കിൽ പറയാം. നമുക്ക് ഫുൾ ഒരു റിലാക്സിങ് മോഡിലാക്കുന്ന ഒരു കാഴ്ചയും ഒക്കെയാണ് നമുക്ക് ചിമ്മിനി ഡാം തരുന്നത്. സോ ഓക്കെ, ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ, ലവ് യു.